കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ UDF അസാധാരണമായിട്ടുള്ള മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. 31 വാർഡുകളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുകൾ UDF കരസ്ഥമാക്കി. LDFന് വെറും 11 സീറ്റും BJPക്ക് 3 സീറ്റും മാത്രമേ ലഭിച്ചുള്ളൂ. LDFന് 4 സീറ്റുകൾ നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ പ്രയോജനം ലഭിച്ചത് UDFനാണ്. നേരത്തെ 13 സീറ്റുണ്ടായിരുന്ന UDF ഇപ്പോൾ 4 സീറ്റുകൾ കൂടി LDFിൽ നിന്ന് പിടിച്ചെടുത്ത് 17 സീറ്റുകളിൽ എത്തി നിൽക്കുന്നു. ഇതിൻ്റെ ഫലമായി LDFന് 3 പഞ്ചായത്തുകളുടെ ഭരണം നഷ്ടപ്പെടുകയാണ്. അത് കനത്ത തിരിച്ചടിയാണ് LDFന് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. പാലക്കാട് ജില്ലയിലെ ഒരു പഞ്ചായത്ത്, കണ്ണൂർ ജില്ലയിലെ ഒരു പഞ്ചായത്ത്, അതുപോലെ ഇടുക്കി ജില്ലയിലെ ഒരു പഞ്ചായത്ത്, ഇങ്ങനെ 3 പഞ്ചായത്തുകളിൽ LDFിൻ്റെ അധികാരം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സൂചനകൾ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അധികപ്പറ്റാവുകയില്ല. 2025 ഒക്ടോബർ മാസത്തിൽ കേരളത്തിലെ ആകമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് എല്ലായിടത്തും 2025 ഒക്ടോബറോടുകൂടി തെരഞ്ഞെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ കൂടി ഒരു സൂചന എന്ന് UDF ഇതിനെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നുണ്ട്. എന്നാൽ LDFിൽ നിന്ന് ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. സ്വാഭാവികമായി അവർ രാഷ്ട്രീയമായി ഇത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് പ്രതികരിച്ചേക്കും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിനകത്തുള്ള അട്ടിമറി നമ്മൾ കാണുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ചില വാർഡുകൾ എല്ലാ കക്ഷികൾക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേസമയം മറ്റു ചില വാർഡുകൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഇത് LDFും UDFനും BJPക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സമ്മിശ്രമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറഞ്ഞാലും അധികപ്പറ്റാവുകയില്ല. പക്ഷേ ആകെയുള്ള സംഖ്യ നോക്കുമ്പോൾ നമ്മൾ സാധാരണയായി ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം സീറ്റുകൾ എന്ന് പറയുന്ന ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ UDFനാണ് നേട്ടം ഉണ്ടായിരിക്കുന്നതെന്ന് നേരത്തെ സൂചിപ്പിച്ചത് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. 31-ൽ 17 സീറ്റുകൾ UDF നേടിയെടുത്തു. 4 സീറ്റുകൾ LDFന് നഷ്ടമായി. 3 പഞ്ചായത്തുകളുടെ ഭരണവും നഷ്ടമായി. അപ്പോൾ മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ആത്യന്തികമായി ഗുണം ചെയ്തിരിക്കുന്നത് UDFനാണ് എന്ന് കാണാം. ഇതിനെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ പ്രതിപക്ഷ നേതാവ് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പാലക്കാട് തെരഞ്ഞെടുപ്പിലൊക്കെ പറഞ്ഞതുപോലെ ഇതൊരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതിഫലനമാണ് എന്ന് അദ്ദേഹം ഇതിനോടകം തന്നെ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. അത് ഒരളവിൽ ശരിയാണ് എന്ന് തന്നെ പറയാം. എന്നാൽ നമ്മൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ ഒരു രാഷ്ട്രീയ ഒരു രൂപപ്പെടലല്ല നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു സമവാക്യമല്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഉപതെരഞ്ഞെടുപ്പുകളിലോ തെരഞ്ഞെടുപ്പിലോ ഉണ്ടാകുന്ന വിജയം അതേപടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കപ്പെടും എന്നുള്ളത് ശാസ്ത്രീയമായി ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. സാങ്കേതികമായും അതത്ര ശരിയാണെന്ന് ഇതുവരെ നമുക്ക് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ പൊതുവെ ഒരു വിലയിരുത്തുമ്പോൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ കക്ഷികൾ വിലയിരുത്തുമ്പോൾ, നേട്ടമുണ്ടാകുമ്പോൾ അത് അവരുടെ നേട്ടമായി, കോട്ടമുണ്ടാകുമ്പോൾ അത് മറ്റേതെങ്കിലും തരത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് കോട്ടമുണ്ടായില്ല എന്ന് വരുത്തുകയും ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പൊതു സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. BJPക്ക് ഏതാണ്ട് ഒരു നിശബ്ദതയാണ് ഇക്കാര്യത്തിൽ. BJPയുടെ ചില 1-2 സീറ്റുകൾ നഷ്ടപ്പെട്ടെങ്കിലും 1-2 സീറ്റുകൾ അവർ LDF UDFിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അവരുടെ സംഖ്യ 3 എന്നത് അവരാകെ നിലനിർത്താൻ കഴിഞ്ഞു എന്നതും അവരെ സംബന്ധിച്ച് ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് സംഖ്യാപരമായി. ഇനി ഓരോ വാർഡിലെയും തെരഞ്ഞെടുപ്പ് ശതമാനമൊക്കെ കണക്കാക്കി വരുമ്പോൾ ആർക്കാണ് മുൻതൂക്കം, എങ്ങനെയാണ്, 2ാം സ്ഥാനത്ത് ആരാണ്, 3ാം സ്ഥാനത്തേക്ക് പോയവരാരാണ്, ചില വാർഡുകളിൽ ഒരുപക്ഷെ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയി
LDF ജയിക്കുകയും BJP 2ാം സ്ഥാനത്ത് വരികയും ചെയ്തിട്ടുണ്ട്. മറ്റു ചില വാർഡുകളിൽ LDF ജയിച്ചെടുത്ത് BJP 3ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. മറ്റു ചില വാർഡുകളിൽ കോൺഗ്രസ് ജയിച്ചെടുത്ത് LDF 3ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ തിരിഞ്ഞും മറിഞ്ഞുമുള്ള ഒരു മാറ്റങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. കാരണം പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ്, പൊതുപ്രവർത്തകരാണ് അവരുടെ കൊച്ചു വാർഡുകളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ വോട്ടർമാർക്കെല്ലാം ഈ സ്ഥാനാർത്ഥികളെ വളരെ അടുത്തറിയാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടി എന്നതിന് ഉപരിയായി വ്യക്തിപരമായ സൗഹൃദങ്ങളും ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളുമൊക്കെ ഇതിനകത്ത് പ്രവർത്തിക്കുമെന്നുള്ളതാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷത. പഞ്ചായത്തിൽ അത് പ്രത്യേകിച്ച് വളരെ വ്യക്തമാണ്. കാരണം പഞ്ചായത്ത് വാർഡുകൾ താരതമ്യേന ചെറുതാണ്. മുനിസിപ്പാലിറ്റിയിലേക്ക് പോകുമ്പോൾ അത് അല്പം കൂടെ വലുതാകും. പഞ്ചായത്തിൽ തന്നെ ത്രിതല പഞ്ചായത്തുകളുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, ഗ്രാമപഞ്ചായത്തുണ്ട്. ഗ്രാമപഞ്ചായത്താണ് ഏറ്റവും ചെറിയ ഒരു ഘടകം എന്ന് വേണമെങ്കിൽ പറയാം. ബ്ലോക്കിലേക്ക് പോകുമ്പോൾ അത് കുറെ കൂടെ വ്യാപകമായി. ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷനാകുമ്പോൾ അത് കുറെ കൂടെ വലിപ്പമുള്ളതായി തീർന്നു. അതിനേക്കാൾ വലിപ്പമുള്ളതാണ് നിയമസഭാ മണ്ഡലങ്ങളും പാർലമെൻറ്റ് മണ്ഡലങ്ങളും. അതൊക്കെ ഒരു കേവലമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോഴും രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് അവർ ചില പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അവർ വിലയിരുത്തൽ നടത്തുന്നുണ്ട്. അത് ഒരുപക്ഷെ അവർക്ക് സൗകര്യമുള്ള രീതിയിൽ വിലയിരുത്തിയാലും അവരെ കുറ്റപ്പെടുത്താനായി ആവുകയില്ല. എന്തായാലും UDFൻ്റെ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രത്യേകിച്ച് സന്തോഷിക്കുന്നുണ്ട് എന്നത് ഇതിനോടകം തന്നെ വന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. മാത്രമല്ല പാലക്കാടും വയനാട്ടിലും ഉണ്ടായ അത്യഭൂതപൂർവമായ തെരഞ്ഞെടുപ്പ് വിജയം ഒരു പക്ഷേ കോൺഗ്രസിനെ ഇപ്പോൾ നല്ല ഉത്സാഹത്തിൽ നിർത്തിയിരിക്കുകയാണ്. എന്നാലും കോൺഗ്രസിനകത്ത് ചില അപശബ്ദങ്ങളൊക്കെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കേൾക്കുന്നുണ്ട്. അതൊക്കെ ആഭ്യന്തര പ്രശ്നം എന്ന രീതിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് ഹൈക്കമാൻഡും ഒക്കെ ഇതിനോടകം തന്നെ പ്രസ്താവിച്ചു കഴിഞ്ഞു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സ്ഥിതിയും ഒട്ടും മെച്ചമല്ല. അവിടെ ഏരിയ സമ്മേളനങ്ങളൊക്കെ അതിശക്തമായ വിമർശനമാണ് നേതാക്കൾക്കും പാർട്ടിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനുമെതിരായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ആദ്യം നടന്ന കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പോലും ശക്തമായ വിമർശനം ഭരണ നേതൃത്വത്തിനെതിരായിട്ടും പാർട്ടി നേതൃത്വത്തിനെതിരായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. അതുകൊണ്ട് CPMൻ്റെയും LDFൻ്റെയും സ്ഥിതിയും അത്ര മെച്ചപ്പെട്ടതല്ല. ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, അതിശക്തമായ വിമർശനമുണ്ട്. പ്രത്യേകിച്ച് CPMൽ വിഭാഗീയത വളരെ വലിയ അളവിൽ വന്നു നിൽക്കുകയാണ്. നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ടതാണ്. മംഗലപുരത്ത്, അതുപോലെ പാലക്കാട്, കൊഴിഞ്ഞാമ്പാറയിലൊക്കെ വിഭാഗീയത അതിശക്തമാകുന്നു. അതിൻ്റെ ദുരന്തം എന്ന രീതിയിൽ മുൻനിരയിൽ പ്രവർത്തിച്ചിരുന്ന ചില CPMകാർ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് രാജിവെച്ച് BJPയിലൊക്കെ ചേരുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് CPMും കടുത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. CPIയും ഒരു തരത്തിൽ പറഞ്ഞാൽ തട്ടിയും മുട്ടിയും ഒക്കെ മുന്നോട്ട് പോവുകയാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലും ചില അപശബ്ദങ്ങളൊക്കെ കോട്ടയം ഭാഗത്തു നിന്ന് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് LDFൻ്റെയും ആകെ മൊത്തമുള്ള ഒരു നില അത്ര ഭദ്രമാണെന്ന് പറയുക വയ്യ. UDFൽ താരതമ്യേന കോൺഗ്രസിനകത്താണ് ഇത്തരം അപശബ്ദങ്ങൾ കേൾക്കുന്നത്. ലീഗും മറ്റ് ഘടകകക്ഷികളും പൊതുവെ അവരുടെ ഐക്യം നിലനിർത്തുന്നുണ്ട്. മുനമ്പ സംഭവത്തെ സംബന്ധിച്ച് ലീഗിനകത്ത് ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം അവർ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ സൂചനകൾ കാണുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ചതായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ വിജയം UDF നന്നായി അതിൽ ആഹ്ലാദിക്കുന്നുണ്ട്. LDFനകത്ത് ഒരു മൗനമുണ്ട്. അവർ പ്രതികരിച്ചില്ല. പ്രതികരിക്കുമ്പോഴും അവർ കണക്കുകൾ കൊണ്ടുള്ള അഭ്യാസം പതിവ് പോലെ നടത്തും. ഞങ്ങൾക്ക് ശതമാനം കൂടുതൽ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഞങ്ങൾ BJPയെ തോൽപ്പിച്ചു, മറ്റു ചിലയിടത്ത് ഞങ്ങൾ UDFനെ തോൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ ചില ഗീർവാണങ്ങളൊക്കെ താമസിയാതെ വരും. എന്തായാലും ഇതിനെ ഒരു നേരിയ സൂചനയായി കണ്ടാലും രാഷ്ട്രീയ വൃത്തങ്ങളിൽ അങ്ങനെ കാണുന്നവരെ ആർക്കും കുറ്റപ്പെടുത്താനായി സാധിക്കുകയില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തലത്തിലാണ് നടത്തുന്നത്. അതിൻ്റെ ഫലങ്ങളും ആ തരത്തിലാണ് പുറത്ത്
വരുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഇപ്പോഴും നിൽക്കുകയാണ്.